ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുണ്ടല്ലോ നമ്മളുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന നമ്മളെ ദക്ഷിണ ചാനലിലെ മുത്തശ്ശിയുടെ ഒരു മത്തങ്ങ വറുത്തരിശ്ശേരിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാനത് ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനത് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അത് മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഇത് തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് മത്തങ്ങ കഷ്ണം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായി പൊടിക്കാത്ത ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത കുരുമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കണം. ഇത് ഒന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. കുറച്ച് ഉപ്പിടാം കേട്ടോ. ഇതുണ്ടല്ലോ നാളികേരം ജീരകം കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് അരച്ചെടുത്ത് നന്നായി അരയണ്ട കേട്ടോ. ഇത് നമുക്ക് മത്തങ്ങ വെന്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ചേർക്കണം കേട്ടോ. നല്ല തിളയ്ക്കുന്നുണ്ട്, വെന്തിട്ടില്ല, കുറച്ചും കൂടി ആവണ്ട. അപ്പോൾ ഗൈസ്, മത്തങ്ങ കുട്ടന്മാർ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇളക്കി ചേർക്കുന്നില്ല കേട്ടോ. ഈ അരപ്പധികം വേവാൻ പാടില്ലെന്നാണ് ദക്ഷിണയിലെ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മുത്തശ്ശി പറഞ്ഞതുപോലെ ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് ഞാനത് മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതേ അരപ്പൊക്കെ ഒന്ന് തിളച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വറവിനുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. നമുക്ക് പാനിൽ ഓയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇടേണ്ടത് കടുകാണ് കേട്ടോ. കടുക് കഴിഞ്ഞ് നമ്മൾ ഇടേണ്ടത് അരിയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് മുളക്, കറിവേപ്പില, ഇതിലേക്ക് ഇടുന്നത് നമ്മൾ നാളികേരമാണ് കേട്ടോ. കുറച്ച് നാളികേരമാണ്. ഈ വറുത്തിടുന്നതിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു രഹസ്യം ഇരിക്കണമെന്ന് തോന്നുന്നു. കറിയുടെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇപ്പം തന്നെ നല്ല മണമുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിനി ഇതൊരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല അല്ല, വറവ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ വറുത്തരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.